ഹലോ, ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കക്ക റോസ്റ്റാണ്. ഞാൻ കക്കയിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും വെള്ളം കൂടെ ചേർത്തൊന്ന് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതേ ചട്ടിയിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായപ്പോഴത്തേക്ക് തേങ്ങാക്കൊത്തും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോള ഒന്ന് വഴറ്റുക. അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് വേവിച്ച് മാറ്റി വെച്ചേക്കുന്ന കക്ക ചേർത്ത് കൊടുക്കാം. കക്കയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മസാലയും കക്കയും കൂടെ നന്നായിട്ട് മിക്സ് ആവണം. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഒത്തിരി എരിവ് ഇഷ്ടമുള്ള ആളാണെങ്കിൽ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക. ഞാൻ 1 ടേബിൾ സ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എനിക്ക് എരിവ് അത്രയ്ക്ക് വേണ്ടാത്തതുകൊണ്ട് അപ്പം കുരുമുളക് പൊടിയും പിന്നെ കുറച്ചുകൂടെ എണ്ണ ഞാൻ ഒഴിക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് ലോ ഫ്ലെയിമിൽ ഇടുന്നുണ്ട്. ഒരു സമയം കൊണ്ട് നമുക്ക് കക്ക നന്നായിട്ട് കുക്കായിട്ട് റോസ്റ്റായിട്ട് നമുക്കതിൽ കറുത്ത ഇതിൽ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ലോ ഫ്ലെയിമിൽ ഇടുന്നത്. അങ്ങനെ നമ്മുടെ കക്ക റോസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അപ്പോൾ നമുക്ക് ചോറ് കഴിക്കാം. ചോറ് കഴിക്കാനായിട്ട് കക്ക റോസ്റ്റും മീൻ പറ്റിച്ചതുമാണ്. അപ്പോൾ ഇത് ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.